മരപ്പണി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് റിയൽ വുഡ് വർക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈസി ചെയറിൻ്റെ വർക്കിൻ്റെ 5ാമത്തെ വീഡിയോയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരേക്കും ഇതിനു മുമ്പിട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോയും കൂടി കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ടൊരു ഈസി ചെയർ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കോ ആർക്കെങ്കിലും ഇതുപോലെ ഒരെണ്ണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഉപകാരമായി തീരും. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ പീസാണിത്. ഇതിൻ്റെ വീതി 3.25 ഇഞ്ച് വീതി ഉണ്ട്. കനം ഏതാണ്ട് 5 നൂല് കനമാണ്. ഇതിൻ്റെ നീളം 40 ഇഞ്ചാണ്. ഞാനിവിടെ നീളമൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഫ്രണ്ട് വശത്ത് ഞാനിങ്ങനെ രണ്ട് റൗണ്ട് കൊടുത്ത് അതിന് ഭംഗി ആക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ട് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ 2 റൗണ്ട് കൊടുത്ത് ഇത് ഇപ്പുറത്ത് അതുപോലെ തന്നെ ഇവിടെ ഔട്ട് സൈഡിൽ അതുപോലെ തന്നെ റൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഞാൻ ഒരു 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണേ. 2 ഇഞ്ച്. അപ്പോൾ തന്നെ അതിൻ്റെ അടിവശം ഞാനൊരു 2.5 വെക്കണേ. അപ്പുറത്തേക്ക് 5 നൂല് കൂടുതല. ഈ 5 നൂല് ഞാൻ കൂടുതലിട്ടിരിക്കുന്നത് ഈ കനം 5 നൂലാണ്. ആ കനം ഞാൻ അപ്പുറത്ത് കയറ്റിട്ടേക്ക് ഇതിവിടെ പകർത്തിട്ടില്ലായിരുന്നു. മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ 2.5 മാർക്ക് ചെയ്യണം. ശ്രദ്ധിക്കണം, അടിവശം 2 ഇഞ്ചാണ്, മുകൾ വശം 2 ഇഞ്ചാണ്. ഇവിടെ 2 ഇഞ്ച്. ഇത് 2.5, ഇത് 2 ഇഞ്ച്, ഇത് 2.5. ഞാനിവിടെ ഒരു മാർക്ക് കൊടുക്കുകയാണ്. 3/4 ഇഞ്ചിന്റെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. 3/4 ഇഞ്ച്. ഇവിടെ ഒരു 3/4 ഇഞ്ച് വിട്ട് ഇതിലൊരു വര പോലെ ഉണ്ടാക്കിയെടുക്കുക. അത് കറക്റ്റ്. ഇത് 3/4 ഇഞ്ച് വര പോലെ. ഇതുപോലെ 2 വശത്തും 2 വശത്തും ഇട്ടുണ്ട്. ഇവിടെ ഈ ഫ്രെയിമിന്റെ വെച്ചോളൂ. ഇത് ഈ ഫ്രെയിമിന്റെ ഇവിടെ കയറി വരുന്നതാ. അപ്പൊ ഞാൻ ഫ്രെയിമിന്റെ കലവ് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ.
ഇതിപ്പോൾ നമ്മളിപ്പോൾ ആ ഫ്രെയിമിൻ്റെ കനൂണ് നമ്മളിപ്പോൾ അവിടെ വരകോലയിൽ എടുത്തത്. അങ്ങനെ നമ്മളിത് ആ അളവിനനുസരിച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ഷേപ്പാക്കി. ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വരച്ചിരിക്കുന്ന ഈ വരക്ക് നമ്മളിത് വാങ്ങിയെടുക്കണം. ഇതിപ്പോ നമ്മൾ സാധനം എടുത്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് 2 പീസ്. നമുക്ക് റൂട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് റെസ്റ്റിന്റെ 2 പീസ് നമ്മൾ വരച്ച് ഉളിക്ക് കുത്തി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു ഈ വശത്ത് 2 ഇഞ്ച് 5 നൂലാണ്, ആ സമയം എൻ്റെ മോള് വശത്ത് 2 ഇഞ്ചാണ്. അതിങ്ങനെ നമ്മൾ ഒരു ചരിവിലാണ് കുത്തിയിട്ടിരിക്കുന്നത്. ഒരു ചരിവുണ്ട്, ആ ചരിവിൽ കുത്തിയെടുക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കുത്തിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇത് സെറ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇത്
കുടുംബമൊക്കെ കട്ട് ചെയ്തിട്ട് സാൻഡ് അടിച്ച് ഫിനിഷ് ചെയ്ത് ഉരുട്ടൊക്കെ അടിച്ച് എടുക്കാം നമുക്ക്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ മാക്സിമം പറ്റ കട്ട് ചെയ്തെടുക്കുക. അത് ഫ്രെയിം മുറിയാണ്ട് ചെയ്യാൻ വേണം, ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇതിപ്പോൾ നമ്മൾ സാൻഡർ അടിച്ച് കഴിഞ്ഞാൽ കേട്ടോ, സാൻഡർ അടിച്ചിട്ടാണ് റൂട്ടർ അടിക്കുന്നത്. നമുക്കിപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ചീവണതും മിനിക്കുന്നതും കുറച്ചേ കാണിക്കുന്നത്. ഇങ്ങനെ 2 ഫ്രെയിം നമ്മൾ ചീവി മിനിക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നു. അതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് കാണാം. നമ്മളിനി കസേര സെറ്റ് ചെയ്യാനായിട്ട് പോണേണ്. അതിനുള്ള ഓരോ കഷ്ണങ്ങളും ഓരോ അളവ് വെച്ചിട്ട് നമ്മൾ വരക്കാൻ പോണേ. എന്നിട്ട് ആദ്യമേ തന്നെ ഈ 5.25 ഇഞ്ചിന്റെ ഈ പീസ് തന്നെ തുടങ്ങുന്നത്. ഇതിന്റെ ഒരു വശം നമ്മൾ അതിന്റെ നീളം എടുക്കുന്നത് 3/4 ഇഞ്ചാണ്. ഒരു തല 3/4 ഇഞ്ച്, അതുപോലെ ഒരു തല 1 ഇഞ്ചാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഒരു വശം 3/4 ഇഞ്ച്, ഒരു വശം 1 ഇഞ്ച്. ഇതിപ്പോ 1 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ വരക്കുന്നത് 3/4 ഇഞ്ചാണ്. അതുപോലെ നമുക്ക് അതിന്റെ ജോഡി എടുക്കാം. മുക്കാൽ ഇഞ്ച്, 1 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഇത് 2 3/4 ഇഞ്ച്, 2 1 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇത് കണ്ടോ, ഒരു വശം മാർക്ക് ചെയ്യണേ, ഓപ്പോസിറ്റ് സൈഡ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വരകോല് ഇടുന്നത് ഈ ഭാഗത്ത് നിന്നായിരിക്കും നമ്മൾ വരകോല് ഇടുന്നത്. ഇതാണ് ഇതിന്റെ വരകോല്. ഇത് ഞാൻ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് പപ്പാതിയാണ്, 50-50 ആണ്. ഇങ്ങനെ നോക്കി തന്നാലും ഇങ്ങനെ നോക്കി തന്നാലും കറക്റ്റാണ്. എങ്കിലും ഞാൻ ഈ വരകോല് ഇടുന്നത് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തു നിന്നാണ് ഈ വരകോല് ഇടുന്നത്. എന്നിട്ട് നമുക്കിത് കുത്തിരിപ്പിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോൾ ഇടാൻ പോണേ. ഹോൾ ഇടാനായിട്ട് ഞാനിവിടെ ഇതിൽ റെഡി ആക്കിയിട്ടുണ്ട്.
കറക്റ്റ് ആ പോയിന്റിൽ തന്നെ നമുക്ക് കോൺഗ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഇത് ഹോള് വളഞ്ഞു പോകാണ്ടിരിക്കാൻ ഇതുപോലെ ഒരു കഷ്ണത്തിലെ ഹോളിന്റെ ലെവൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് അനുസരിച്ചാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇട്ടുന്നത്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് സ്റ്റേറ്റ് കിട്ടും. സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓർഡർ ആക്കി വെച്ച പോലെ തന്നെ ഓർഡർ ആക്കി വെക്കുന്നു. 3/4 ഇഞ്ച് ഓർഡർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു കൗണ്ടർ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇത് 13 mm ബിറ്റ 13 mm ബിറ്റ് വെച്ചിട്ട് ഞാൻ ഒരു കൗണ്ടർ ഇട്ട് കൊടുക്കാൻ വേണ്ടി. കൗണ്ടർ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചോളണം. ഇതിപ്പോ ഞാൻ ഇതിന്റെ ഈ വശം ഇടണേ. എന്തിനാ കൗണ്ടർ ഇടുന്ന വെച്ചാൽ കാണിച്ചു തരാം. ഇത് നേരെ ഓപ്പോസിറ്റ് കണ്ടോ, പുറത്താണ് ഇട്ടെങ്കിൽ ഇത് ഇപ്പുറത്ത് തരണേ. അതവിടെ ഇട്ടെങ്കിൽ ഇത് ഇപ്പുറത്ത് ശ്രദ്ധിക്കണം. ഇത് ഇവിടെ ഇട്ടെങ്കിൽ ഇതിന്റെ ഇവിടെ ഇട്ടിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാണ് 8 ബോൾട്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ കയറ്റി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് കയറണം, ലെവലായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൗണ്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ളതെല്ലാം നമുക്ക് ഹോളിട്ട് എടുക്കാം. ഇപ്പൊ അത് അഴിച്ചെടുത്ത് ഇനി ഇവിടെ 3/4 ഇഞ്ച് വെച്ചെടുക്കുന്ന ഭാഗവും 1 ഇഞ്ച് വെച്ചിരിക്കുന്ന ഭാഗവും അത് നമ്മൾ കസേര സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് വരക്കാം. ഇത് വരയ്ക്കേണ്ടത് നമ്മൾ ഈ ഫ്രെയിമിന്റെ രീതി ഞാൻ പറയണ്ടായിരുന്നത് 1 ഇഞ്ച് 7 നൂലാണ്. അപ്പോൾ 1 ഇഞ്ച് 7 നൂലെന്ന് പറയുമ്പോൾ ശരിക്കും 1.25 മതി. പക്ഷെ നമ്മുടെ അടുത്ത് 1 ഇഞ്ച് 7 നൂല് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ 1 ഇഞ്ച് 7 നൂലിന്റെ പകുതി, 1 ഇഞ്ചിന് 1/2 നൂല് കുറവ്. ഇങ്ങനെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ചിന് 1/2 നൂല് കുറവ്. അങ്ങനെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ തലയെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ചിന് 1/2 നൂല് കുറവ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരവോലിടുമ്പോൾ അത് ഒരു വശത്ത് നിന്ന് തന്നെ ഇടണം. നേരത്തെ പറഞ്ഞ പപ്പാതിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ഒരു വശത്ത് തന്നെ ഇട്ടാൽ മതി. ഇത് നമുക്ക് ഇതുപോലെ കുത്തി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹോളിട്ടെടുക്കാം. ഇതിന് നമ്മൾ ഇവിടെ കൗണ്ടർസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
ഇത് നമ്മളിങ്ങനെ കുട ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി തക്കാളി കവർസ് ഇട്ടിട്ട് ഇങ്ങനെ കയറുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്തിരി നല്ല സ്ട്രോങ് ആയിരിക്കും, വില കൂടുതൽ കിട്ടും. ഇതും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇരുത്തും നമ്മളിപ്പോ കോൾട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 32 ഇഞ്ചിന്റെ പീസാണ് നമ്മൾ ഇനി ഹോളിടാൻ പോകുന്നത്. അതിന്റെ കണക്ക് ഇങ്ങനെ നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ അടിയിൽ വരുന്ന പീസാണ്. ഇതിനെ നമ്മൾ ഇവിടുന്ന് ഒരു 1.25 ഇഞ്ചാണ് ഇവിടുന്ന് കൊടുക്കുന്നത്, 1.25 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങേറ്റത്ത് 25 ഇഞ്ചിനാണ് കൊടുക്കണം. 25 1.25 25. അതുപോലെ തന്നെ ഇതിന് മാർക്ക് ചെയ്യണം 1.25 25. പിന്നെ നമുക്ക് വരപോലെ ഈ ഭാഗത്തുനിന്നില്ല. ജോലിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ മുഴവശം ചെറിയൊരു മുഴപ്പുണ്ട്, ആ മുഴവശം ഞാൻ പുറത്താക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ജോലിക്ക് വെച്ചിട്ട് ഇങ്ങനെ 2 വശത്താണ് ഹോൾ ഇടുന്നത്. ഇനി കൗണ്ടർസ് ഇടുന്നത്. ഇവിടെ കൗണ്ടർസിന്റെ ആവശ്യമില്ല, നമുക്ക് കൗണ്ടർസിന്റെ ആവശ്യമില്ല. അപ്പൊ അത് കഴിഞ്ഞു. ഞാൻ ഇതുവരെയൊക്കെ എന്ത് മരം വെച്ചിട്ടാണ് ഞാൻ ഈ ഈസി ചെയർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഈസി ചെയർ ഉണ്ടാക്കുന്നത് നമുക്കിപ്പോ തേക്ക് വെച്ചുണ്ടാക്കാം, അങ്ങനെ പല മരങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം, മഹാഗണി വെച്ചിട്ടുണ്ടാക്കാം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇത് എലഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ്. നമ്മളുടെ വീടുകളിലൊക്കെ എലഞ്ഞിക്കായ കിടക്കില്ല, എലഞ്ഞിപ്പഴം. ആ മരമാണ്. ഇത്തിരി ടെമ്പറാണ് മരം. അതുകൊണ്ട് ചിലപ്പോൾ ഹോളിടുമ്പൊക്കെ പുക വരുന്നത് അതുകൊണ്ടിട്ടാണ്. ഇത്തിരി ടെമ്പറാണ് ഈ മരം. പണിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളിത് പണിയുമ്പോൾ സാൻഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്നാലും ഞാനത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ആൻഡ്രസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പണി കഴിഞ്ഞാൽ റെഡി ആക്കി വെച്ചിരിക്കും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫ്രെയിം. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2 ഫ്രെയിം മെയിൻ ആയിട്ടുള്ള ഫ്രെയിമാണ് ഹോളിടാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഈ 5ാമത്തെ വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഈ 2 ഫ്രെയിമുകൾ അതിൻ്റെ ഹോളിടുന്നതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിലൂടെ ഈ നമ്മുടെ ഈസി ചെയറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അതുപോലെ തന്നെ ഞങ്ങൾ മുൻപേ ഇട്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ ഫർണിച്ചറുകൾ ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതിന് ഞങ്ങളുടെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് അത് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.